രോഗത്തെ അറിയുന്ന ഡോക്ടറാകാൻ നിങ്ങൾ തയ്യാറാണോ? ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ശാന്തിഗിരി മെഡിക്കൽ കോളേജ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. രജനീഷ്, നിങ്ങളുടെ ചോദ്യം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത ആ ചോദ്യം ചോദിക്കേണ്ടത് എൻ്റെ അടുത്തല്ല. അപ്പൊ അന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചു, അയാളോട് ചോദിച്ചു എന്തുകൊണ്ട് മലയാളം സിനിമ ചെയ്യുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഒരു മലയാളം സിനിമ ചെയ്തു, പക്ഷേ ഏതോ ഒരുത്തിനെ വെച്ചത് ഡബ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ സ്മോൾ തിങ് ഇൻ മൈ ഹെഡ്. എന്നെ കളിവാക്കുമായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇൻ ഇൻഡസ്ട്രി. എനിക്ക് മലയാളം ശരിക്കും അറിയത്തില്ല. സ്റ്റേറ്റ് എനിക്ക് 2 ഡബിങ് അവാർഡ് സോ ദാറ്റ്സ് നോട്ട് മലയാളം പറയാൻ പറ്റില്ല. ഐ മീൻ ലിജോ ഇസ് റിയലി റീച്ച്ഡ്, നമ്മൾ പറയില്ല മലയാളത്തിൽ, അത് വേറെ ലെവലിൽ ഒരു പടമാണ്. ഇന്ന് ബിക്കോസ് ഓഡിയൻസ് ടേസ്റ്റ് ഇസ് ഗോട്ട് റിഫൈൻഡ് ഓർ ഡൈവേഴ്സ്. അന്നൊരു കാലം ഉണ്ടായിരുന്നു അത് ആർട്ട് ഫിലിമാണ്, അവർക്ക് അവാർഡ് കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ആസ് ഓഫ് നൗ. ഈ ഡയറക്ഷൻ സൈഡിൽ കൂടുതൽ പ്രൊജക്ടുകൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണ്? ഞാൻ അത്രയും അങ്ങ് പ്രൊഡ്യൂസറിനെ വേട്ടയാടാൻ പോയിട്ടില്ല. ആക്ടർ ഡയറക്ടർ വിജയ് മേനോനാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. കുറേ സിനിമകൾ അഭിനയിച്ചു, കുറച്ച് ഡയറക്റ്റ് ചെയ്തു, കുറേ മാത്രം സിനിമകൾ ഡബ് ചെയ്തു. ഒത്തിരി കാലമായിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഒരു മലയാള സിനിമയുടെ ഒരു അവസ്ഥ സന്തോഷകരമാണോ? എങ്ങനെയാണ് സാർ, സിനിമകളൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്? ഐ തിങ്ക് ഇന്നത്തെ മലയാള സിനിമയുടെ സ്ഥിതി ഈസ് ഫാന്റാസ്റ്റിക്. കുറേ ഔട്ട്സ്റ്റാൻഡിങ് ഫിലിംസ് ആണ്, സിമ്പിൾ ഫിലിംസ്, വെരി ഗുഡ്, ലൈക്ക് മധുരം ആൻഡ് തിങ്കളാഴ്ചം, നിശ്ചയം. Really, അല്ലെങ്കിൽ one of the most extraordinarily good films I've seen recently എന്തോ കണ്ടതാണ് ചുർലി. I mean Lijo is really reached, നമ്മൾ പറയില്ല മലയാളത്തിൽ, അത് വേറെ ലെവലിൽ ഒരു പടമാണ്. So it was very healthy and doing very well. Thank you. തിങ്കളാഴ്ച നിശ്ചയം സാർ പറഞ്ഞതുപോലെ അത്തരം ഒരു സിനിമ ഇല്ലെങ്കിൽ അത്തരം ഒരു കാലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട്സിലുള്ള സിനിമ ഇല്ലെങ്കിൽ ക്രിയേറ്റീവ് സിനിമ എന്നൊക്കെയുള്ള വേർതിരിവുകൾ കുറേ കൂടെയൊക്കെ മാറി എന്ന് തോന്നല്ലേ? ഇപ്പോൾ സാർ ഇപ്പോൾ ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ആ സമയത്തുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് അന്ന് നമുക്ക് തോന്നിയത് അതൊരു മോഡേൺ സിനിമ, ആക്സെപ്റ്റബിലിറ്റി വേറൊരു ഏരിയയിലില്ല, കൊമേഴ്സ്യൽ ആക്സെപ്റ്റബിലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ മാറിയിട്ടില്ലേ? രജനീഷ്, ഒന്നാമത് രജനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ പാറ്റേൺ. ജോൺ പടം എടുക്കുമ്പോൾ ഒരു പാറ്റേൺ എടുക്കാൻ വേണ്ടി, അല്ല പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല ആ പടങ്ങൾ അങ്ങനെ എടുക്കുക. പുള്ളി ഹാഡ് എ സർട്ടൻ ആറ്റിറ്റ്യൂഡ്, എ സർട്ടൻ പെർസെപ്ഷൻ, എങ്ങനെയാണ് ഈ സിനിമ എടുക്കേണ്ടത്, പുള്ളി ദ നറേറ്റീവ് സ്റ്റൈല്. സോ ആൻഡ് ഹീ ഈസ് എ ഫിലിം സ്കൂൾ പ്രൊഡക്റ്റ്. സോ ഹീ ഹാഡ് എ വെരി ഷുവർ ഐഡിയ ഓഫ് എങ്ങനെയാണ് നമ്മളിത് പറയേണ്ടതെന്ന്. അപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം വാസ് വെരി ഡിഫറെൻറ്റ്. യു ആർ ലുക്കിംഗ് അറ്റ് പാറ്റേൺസ്. അപ്പോൾ പാറ്റേൺ എടുത്ത് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്പം ടൈംസ് ഹാവ് ഇവോൾവ്ഡ്. ഈ കമേഴ്ഷ്യൽ ആൻഡ് ആർട്ട് സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ, ആ കാലത്തിലെല്ലാം ഇന്ന് അത്രയും ആ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ അല്ല. ഇറ്റ് ഓവർലാപ്സ് a lot of times. I'll give you an example. ഇപ്പം വന്ന ഒരു പടം രേവതിയും ഭൂതകാലം. It's a good film. Well made, good effort. പക്ഷേ there are people, audience, who say it ഒരു ആർട്ട് പടം പോലെ ആയിപ്പോയി. See, that is that pattern which we are so used to. ഇന്നത്തെ കാലത്ത് നമ്മുടെ audience has been much more exposed to world cinema. അക്കാലത്ത് അതില്ല. They were seeing only what was released in the theaters over here. ഇന്ന് because our audience taste has got but refined or diverse, so that acceptability of those kind of films is much higher today. So അതിപ്പം ഡിനൈ ചെയ്യാൻ പറ്റില്ല. You cannot say അന്നൊരു കാലം ഉണ്ടായിരുന്നു അത് ആർട്ട് ഫിലിമാണ്, അവർക്ക് അവാർഡ് കിട്ടത്തുള്ളൂ. That is not the case as of now. ഈ ജോൺ അബ്രഹാമായിട്ട് അത്യാവശ്യം സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഹീസ് ടു കം ആസ് എ ഗസ്റ്റ് ലെക്ചറർ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ. സോ അപ്പം അങ്ങനെ അടുപ്പായി, മലയാളിയായിരുന്നു. അപ്പം പുള്ളിയുടെ കൂടെ അടുപ്പായി കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ ലീവിങ് ഫിലിം സ്കൂൾ. ചിലപ്പോൾ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഒരു ലെജൻഡ്, ഭരതനെ പോലെ ഒരു ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കിട്ടുന്ന ഓഫർ എന്ന് പറയുന്നത് അഭിനയിക്കാനുള്ളത്. അതെ, ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ആദ്യമേ തന്നെ ചെയ്യാൻ കിട്ടുകയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അതിനുശേഷമുള്ള നമ്മുടെ സിനിമാ ജീവിതത്തെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫിലിം സ്കൂൾ കഴിഞ്ഞ് അദ്ദേഹത്തിനടുത്ത് പോയി അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയാണ്. അപ്പം പുള്ളി എന്നെ കണ്ട ആദ്യം തന്നെ ചോദിച്ചു, നേരിട്ടോ ഉടനെ ചോദിച്ചു, നീ അഭിനയിക്കുന്നോ? അപ്പോൾ ഞാൻ അത് വേണ്ട സാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ കോൺടാക്ട്സ് ഉപയോഗിച്ചാണ് പുള്ളിയെ കാണാൻ പോയത്. ഒരാളെ കാണാൻ പോകുമ്പോൾ യു ഹാവ് ടു ഗോ ഇൻ സർട്ടൻ വേസ് ആൻഡ് പാർട്സ്. ഞാൻ വിചാരിച്ചു
ഞാൻ വന്ന ഈ പറഞ്ഞ ആൾ അയച്ചത് കൊണ്ട് ഒരു സീൻ തന്നു സാർ തീ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അത് പറഞ്ഞു കൊടുത്തുള്ളൂ സാർ ഇങ്ങനെ വേണ്ട അടുത്ത പടത്തിൽ വരാം സ്ഥലമില്ലെങ്കിൽ ഇതൊരില്ലടാ മെയിൻ റോളായിട്ട് ചെയ്യുന്നു ശരിയാ വൈ നോട്ട് ബിക്കോസ് നമുക്ക് ആസ് എ ന്യൂ പേഴ്സൺ കമ്മിങ് ടു ആക്ട് ആ സാധാരണ ഉള്ള nervousness or പേടിയോ ഒന്നും ഇല്ലായിരുന്നു because we have been to film school, we are familiar with the technology, we are familiar with how this process works, so no overwhelmed listening. Of course Bharadetnairno, so that is we are working with one that time among the top directors in Kerala, and so that was a really revelatory experience, and he had a different, like his own approach, like John had his own approach, and I worked with other directors like Joshi sir and all that. All have their own different approach to this, how to go about making this product called cinema. അതിനുശേഷം പത്രം പോലൊരു സിനിമ, അതിലേക്ക് എത്തുമ്പോൾ വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടർ, പക്ഷെ ഭയങ്കര പോപ്പുലർ ആവുന്ന ഒരു സിനിമയായിരുന്നു, അതിൻ്റെ ഭാഗമാവുന്നു. ഈ കുറേ ഇടവേളകളിൽ ഒരുപാട് സിനിമകളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ടൈപ്പ് കാസ്റ്റിംഗിലേക്ക് എത്തിപ്പോയത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് ശരിക്കും? ടൈപ്പ് കാസ്റ്റിംഗ് സിനിമയുടെ ഒരു ഓക്യുപ്പേഷണൽ ഹാസാർഡാണ്. യു ഡു എ ഫിലിം, അതിലൊരു ക്യാരക്ടർ നന്നായി ചെയ്ത അടുത്ത പടത്തിൽ ഡയറക്ടർ വിളിക്കുമ്പോൾ പറയുമ്പോൾ ആ പടം പോലെ സാറേ, യുനോ ലൈക്ക്, സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് സ്റ്റിക്സ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ്. ആൻഡ് ഇപ്പോൾ തന്നെ കാസ്റ്റിംഗ് ടു എ ലാർജ് എക്സ്റ്റെന്റ് ഇസ് ഡൺ ദാറ്റ് യു പുട്ട് എ ആക്ടർ, ഓഡിയൻസ് തന്നെ എക്സ്പെക്ട്സ് ഈവൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും, കുറേ കോമഡി നടക്കും, അല്ലെങ്കിൽ കുറേ ഡ്രാമ നടക്കും, അല്ലെങ്കിൽ ഇവൻ ഫ്രീക്കാണ്, ഇങ്ങനത്തെ. ദാറ്റ് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ് ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ആസ് എൻ ഓക്യുപ്പേഷണൽ ഹാസാർഡ് സിനിമ. ഞാനിപ്പം നിങ്ങൾ വന്ന് നാളെ വന്ന് പറഞ്ഞാൽ ഈ പടം ഉണ്ട് ചേട്ടാ, ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാനത് വേറെ ഒരു പടത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ കനോട്ട് സേ നോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കും. ഐ ഹാവ് ടു വർക്ക്. ഒരുപക്ഷെ സാറിൻ്റെ ആക്സെൻറ്റ്, ഇംഗ്ലീഷ് പറയാനുള്ള ആ ഒരു ആക്സെൻ്റ് ഒരു പ്രത്യേകത, ഇതൊക്കെ ഒരുപക്ഷെ ഇവരൊക്കെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രത്തിലെ തന്നെ ഫോട്ടോഗ്രാഫർ ഡയലോഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഡ്രഗ് അഡിക്ട്സ്, ഈ പറയുന്ന ഒരു ടിപ്പിക്കൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ഡ്രഗ് അഡിക്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ ഓൺലി ഡൺ വൺ ഫിലിം, അത് കിങ്. അതും കൂടെ അഡിക്റ്റ് അല്ല, എക്സ് അഡിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് മെനി among the audience even convinced that ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. That's not on. I don't do drugs. Okay, like, so I don't even do alcohol. So I know that's hard to believe, but it's the fact. So ഇത് how does that character fit into that narrative? ആ പറയുന്ന കഥയുടെ ഒരു നാരറ്റീവ് ഉണ്ടല്ലോ, ആ ക്യാരക്ടർ you should slip into that seamlessly. That's the idea of thing. അപ്പോൾ ഞാൻ പോയി ചോദിക്കുമ്പോൾ, ഞാൻ കിങ്ങിലായിരുന്നെങ്കിലും പത്രത്തിലായിരുന്നെങ്കിലും ഞാൻ ചോദിക്കും ഇതിന്റെ മുമ്പേ എന്തുവാണ്, and then what happens. So then only you know how the river is flowing, like, and how you swim with it. So all these kind of things are the essentials of how to approach the character. അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു, ഈ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു. ഇൻ വേ വേരിയഡ് ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഞാൻ ടെലിവിഷനിലാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. Because I've got nobody bothered about my language in that. ഞാൻ വന്നപ്പോൾ എന്നെ കളിവാക്കുമായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇൻ ദ ഇൻഡസ്ട്രി. എനിക്ക് മലയാളം ശരിക്കും അറിയത്തില്ല. സ്റ്റേറ്റ് എനിക്ക് 2 ഡബ്ബിംഗ് അവാർഡ് തന്നെ. സോ ദാറ്റ്സ് നോട്ട് 2 കേരള സ്റ്റേറ്റ് അവാർഡ് ഡബ്ബിംഗ് മലയാളം അറിയാൻ പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് മരക്കാറല്ലാതെ ഈ സുനിൽ ഷെട്ടിക്ക് അല്ലാതെ കൊടുത്ത വേറെ ആർട്ടിസ്റ്റുകളായിരിക്കും. ചാർലിയില് ദുൽഖറിന്റെ ഫാദറായിട്ട് അതില് then in Albert Shine's film actually for that karate kung fu master അതില് thing like that അങ്ങനെ അത്യാവശ്യം ഡബ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഡബിങ് കുറച്ച് ഒരു രസകരമായ ഒരു പരിപാടിയാണ്. ആക്ടിങ് പോലെ തന്നെ കുറച്ച് ശ്രമകരമാണ്. സർ ഒരു പക്ഷേ നസറുദ്ദീൻ ഷാ പൊന്തന്മാടയിൽ അവതരിപ്പിക്കുമ്പോൾ നസറുദ്ദീൻ ഷായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വോയിസ് കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. വോയിസ് മാനറിസംസ് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു വോയിസ് മാനറിസം കൾച്ചറുള്ള ആളാണ്. അപ്പോൾ അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു അത്തരം ഒരു ഡബിങ്? നസറുദ്ദീൻ ഷായുടെ ഈ മാനറിസംസ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഡിഫിക്കൽട്ട് അല്ല, ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ആക്ച്വലി. ചന്ദ്രൻ ഈസ് എ very very talented director. Pulle was there to help me along, okay, and and also I was familiar with Nasir because he used to come film school വരുമായിരുന്നു പുള്ളി റെഗുലറായിട്ട് നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. So we were friendly with them at that time. I don't know ഇപ്പോൾ ഓർമ്മ പ്രത്യേകം ഇല്ലെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അന്ന് നസറുദ്ദീൻ ഷാ പുള്ളി ഭയങ്കര ചന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹി വാസ് നെർവസ്. ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, പുള്ളിയെ പറഞ്ഞു ഈ ആര് ഡബ് ചെയ്യും എന്നൊന്നും പറഞ്ഞില്ല.
സോ ചന്ദൻ ഈ പടം കൊണ്ടുപോയി ബോംബെ കൊണ്ടുപോയി പുള്ളിയെ കാണിച്ചപ്പം ഹി വാസ് വെരി ഹാപ്പി. ചന്ദനെ പിടിച്ച് ചന്ദൻ പറഞ്ഞു എൻ്റെ അടുത്ത് തോളി പിടിച്ച് ഇങ്ങനെ ഡാൻസ് അറൗണ്ട് ദം ആൻഡ് ഓൾ ദാറ്റ്. സോ യു ഹാപ്പി. പക്ഷേ ദെൻ ലേറ്റർ ഒരു 4-5 വർഷം മുമ്പേ, മേ ബി 10 years ബാക്ക്, ഒരു 10 വർഷം മുമ്പേ പുള്ളി ഇവിടെ എന്തോ ഒരു പ്ലേ വെച്ച് ഇവിടെ JT ഓഡിറ്റോറിയത്തിൽ ഹെഡ് കം. അപ്പം അന്നൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചു, പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഇന്ത്യൻ എക്സ്പ്രസ്സിലോ എന്തോ. അയാളോട് ചോദിച്ചു എന്തുകൊണ്ട് മലയാളം സിനിമ ചെയ്യുന്നില്ലെന്ന്. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഒരു മലയാളം സിനിമ ചെയ്തു, പക്ഷേ ഏതോ ഒരുത്തിനെ വെച്ചത് ഡബ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അത് ശരിയായില്ലെന്നും പറഞ്ഞു ഞാൻ ചെയ്യാൻ എനിക്ക് ലാംഗ്വേജ്. ഐ വാസ് വണ്ടറിങ് അബൌട്ട് അത്. ഇപ്പോഴും ഞാൻ ഇറ്റ്സ് എ സ്മോൾ തിങ് ഇൻ മൈ ഹെഡ്. ഞാൻ അത് ചന്ദ്രനോട് ചോദിച്ചപ്പം പുള്ളി അത് വിടാണ്, എനിക്ക് എന്താ നീ നന്നായി എല്ലാവരും പറഞ്ഞല്ലോ നീ നന്നായി ചെയ്തു. അതാ ദാറ്റ് ഈസ് നോട്ട് ദി ആറ്റിറ്റ്യൂഡ് എനിവേ. ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസന്റ് ട്രബിൾ മീ ഇൻ എനിവേ. അത്രേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ദേ ഇൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. ഓക്കെ. അതേപോലെ തന്നെ FIR-ലെ നരേന്ദ്ര ഷെഡ്ഡി എന്ന് പറയുന്ന രാജീവ് അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ, പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പം നിറത്തിൽ തന്നെ ബോബൻ ആലുമൂടന് വേണ്ടിയിട്ട് ഡബ് ചെയ്യുന്നു. ഒപ്പത്തിൽ സമുദ്രക്കനിയെ ചെയ്തതിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഡബിങ്ങിൽ കുറേ ഒരു ഏരിയയിൽ ഒരുപക്ഷെ നല്ല കുറേ നമ്മൾ ഓർക്കുന്ന മലയാളത്തിൽ ഓർക്കുന്ന ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇത് ഓൺലി വെരി പോസിറ്റീവ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് മാത്രമല്ല, സി രാജീവ് ഇസ് എ ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. വെൻ യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് പേഴ്സൺ ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ഈസിയർ. ആലമുടൻ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആദ്യം കാണുന്ന സ്ക്രീനിലായിരുന്നു. സോ ദാറ്റ് റിക്വയർഡ്. ഇപ്പം കമലിന്റെ കൂടെ ആയിരുന്നു. ലൈക്ക് ദാറ്റ് വാസ് ഡൺ ലൈക്ക് ദാറ്റ്. തലേവാസൽ വിജയ് മറ്റേ എനിക്ക് അവാർഡ് കിട്ടിയ ഡബിങ് അവാർഡ് കിട്ടിയ ഒരു മേൽവിലാസ്, അത് തന്നെ പുള്ളിയുടെ കൂടെ ഞാൻ ഒരു പ്രാവശ്യം അതിന് നേരത്തെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു പടത്തിൽ. അപ്പോൾ അത് അല്ലാതെ എനിക്ക് പുള്ളിയുടെ പടങ്ങൾ കണ്ടാൽ ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഡു വാട്ട് ഹി ഈസ് ഡൂയിങ്. യു നോ, സമുദ്രകണ്ണി വാസ് വിത്ത് പ്രിയൻ അഗൈൻ. യു ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ ഹു take you through properly, you know, helping you and supporting you and guiding you. So we are grateful to all of them that we could execute that properly. You know, and people appreciated that. Nalla കാര്യ പോസിറ്റീവ് ഫീഡ്ബാക്കേ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. neither in my dubbing or my acting, you know, like ഇപ്പോൾ ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ഡയറക്ടർ ഈ മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഇവരുടെ കൂടെ ചെയ്യുമ്പോഴാണ് അഭിനയത്തിന് ഒരു അവാർഡ് വരുന്നത്. അത് എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയായിട്ടൊരു എക്സ്പീരിയൻസ്? ഞാൻ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സാറിനെ കാണുന്ന സമയത്ത് ഞാൻ ശ്യാമപ്രസാദിന്റെ മാനറിസംസ്, ചില കൈയുടെ ആക്ഷൻസ് ഒക്കെ ശ്യാമപ്രസാദ് ചേട്ടന്റെ മാനറിസംസ് ആവില്ല. ബിക്കോസ് ഞാനാണ് ആദ്യം അഭിനയിക്കാൻ തുടങ്ങിയത്. പുള്ളി എന്റെ മാനറിസംസ് ആയിരിക്കും കോപ്പി ചെയ്യുന്നത്. അല്ല, ഞാൻ ബേസിക്കലി അഭിനയത്തിലല്ല. ശ്യാം ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. ഹി ആൻഡ് ഐ ഗെറ്റ് അലോങ് വെരി വെൽ. പറയുകയാണെങ്കിൽ ഒരേ തൂവൽ പക്ഷികൾ പോലെയാണ്. ഹി ആൻഡ് മീ, സോ വി ഗെറ്റ് അലോങ് റിയലി വെൽ. He's a very easy going person to work with. ഒരുപക്ഷെ സാറും ആദ്യം ഡയറക്ഷനിലേക്ക് വരേണ്ട ആളായിരുന്നു, മാറിപ്പോയതാണ്. ഇല്ലെങ്കിൽ നമ്മള് ഈ സാധാരണ അഭിനേതാവ്, ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ്, ഡയറക്ടർ, ഇത് മൂന്ന് തരത്തിലുള്ള ജോലികളാണ്. പക്ഷെ ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട് മുമ്പിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ആളെ അല്ലേ സിനിമയിൽ എല്ലാവരും കാണുക. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ പല കാലഘട്ടത്തിലും ഡയറക്ടേഴ്സിനെ ശ്രദ്ധിക്കുന്ന പടങ്ങളും കാലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും എപ്പോഴും അഭിനേതാക്കൾക്ക്, സ്റ്റാർസിന് കിട്ടുന്ന അത്രയും പ്രാധാന്യം കിട്ടില്ലല്ലോ. അപ്പം ശരിക്കും അതിലൊരു സന്തോഷം കൂടുതലുണ്ടോ? നമുക്കിത് മനസ്സിലാക്കണം, ഓവറോൾ തിങ്. യുനോ, സിനിമ കാണുന്നവർ, സിനിമയിൽ ഇൻവോൾവ് ആയവരെ കാണുന്നത് ഈ ആക്ടേഴ്സിനെ മാത്രമാണ്. ഇപ്പം എവ്രിബഡി നമ്മൾ സംസാരിക്കുമായിരുന്നു ഫിലിം സ്കൂളിൽ, ദാറ്റ് എവ്രിബഡി, ഈ ലോകത്ത് എല്ലാവരും എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതോ ഒരു വയസ്സിൽ ഒരു സിനിമ താരം ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. എവ്രിബഡി ഇൻ ദിസ് വേൾഡ്. അത് പിന്നെയാണ് ജീവിതം മാറി, ഈ സർക്കംസ്റ്റാൻസസ് മാറി, എല്ലാം വേറെ ആരോരുടെ ജീവിതത്തിലൂടെ പോകുന്നത്. But that is because you see this actor first. നമുക്ക് ഈ ആദ്യം ചെറിയ വയസ്സിൽ ഫസ്റ്റ് ടൈം സിനിമയെല്ലാം കാണുമ്പോൾ നമുക്ക് ഈ ഡയറക്ടറോ സിനിമാറ്റോഗ്രാഫറോ സൗണ്ട് എഞ്ചിനീയറോ ആർട്ട് ഡയറക്ടർ ആൻഡ് ഓൾ ദീസ് തിങ്സ് വി ആർ നോട്ട് truly aware of, except for seeing it on the titles. The person we see is the actor. The whole thing manifests around him. ഇവിടുത്തെ to a large extent behavior, public mass behavior is affected by this thing. This thing influences it to a large extent. ഞാൻ കുറേയൊക്കെ നമ്മുടെ I will blame നമ്മുടെ ഈ for women's safety is a big issue. You know, it is legitimately a big issue. To a large extent നമ്മുടെ public society തന്നെ, this negative attitude towards women has come from our cinema.
മോസ്റ്റ് ഓഫ് ദ ലവ് സ്റ്റോറീസ് കണ്ട ആദ്യം ഈ പയ്യൻ പോയി ഇവിടെ അങ്ങ് ഉപദ്രവിക്കും, harasses her, does all sorts of things, and slowly she climbs to love for him. This, ingane kore pillai youngsters, they see this and they think this is the way to go about it. Harass the girl, overwhelm her in some way, and also this, to some extent I blame this cinematic depiction of Indian romance for this kind of attitude which our people have developed. It's not only cinema at all. It's a patriarchal system which has been going on for thousands of years. So like that, we cannot blame cinema, but it has contributed its little bit for this. Many cinema films, kore padangal ee formula aanu follow cheyunnathu. This romantic line will start with a real Milton Boone first a clash and then how it gets on. See, overall cinema has a potential to be a big positive factor in social improvement. But the way Indian cinema has evolved over the years, it has not got the chance to do that fully. Because we are still follow this 50s, 40s, 50s Hollywood musical style of still making films. Most of our films are musicals. They can't think of a film without a song. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ വയസ്സിൽ അമ്മ എന്നെ പടത്തിന് കൊണ്ടുപോകുമ്പോൾ, മലയാളം പടത്തിന് കൊണ്ടുപോകുമ്പോൾ പാട്ട് വരുമ്പോൾ നമുക്ക് ഇറങ്ങി പോകും തിയേറ്ററിൽ. പാട്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പറയുക. ഈ പാട്ട് വാസ് ദ ബിഗ് ഡിസ്റ്റർബൻസ്. ടുഡേ and we have evolved a system where part itself narrative ന്റെ ഒരു ബ്ലോക്ക് ആയിട്ട് മാറി. It is a part of the narrative itself, the song. So that has not helped us evolve as a, it hasn't kept up with the times what is necessary to have kept up with these times. Many films today are doing much better, like doing so, but ഈ മാറ്റം വരുന്ന സിനിമകളെ കുറിച്ച് എപ്പോഴും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് സാർ. ഈ കാണക്കാണ പോലുള്ളൊരു പടത്തില് അതിനകത്തെ ക്യാരക്ടേഴ്സിനെ നമ്മൾ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്സിലായിരിക്കാം. ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് തിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഗ്രേ ഷെയ്ഡ്സിലൂടെ പോകുന്ന ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത്. സാറിന് ഫിലിം കാണുമ്പോൾ എങ്ങനെയാണ്? I thought so. That is what characterization is so nicely realistic and humane. It's no black and white, no dark shadow and burnt out whites. Everyone has his normal human component of this black, white, grey, rainbow colored people, that we all are. So paradala asalaita was being brought out. The characterization is so beautiful, so to the point, and Tovino and Suraj have done such a wonderful job, so I mean, good for നമ്മൾ ഡയറക്ഷൻ സൈഡിലേക്ക് വന്നാൽ സാറിന്റെ 3 സിനിമകൾ അവസാനം വിളക്കുമരം ഭാവന വെച്ചിട്ട് സിനിമ പുറത്തിറങ്ങുന്നു. ഈ ഡയറക്ഷൻ സൈഡിൽ കൂടുതൽ പ്രൊജക്ടുകൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണ്? ഉണ്ടാവാത്തതല്ല, അങ്ങനെ ഇറങ്ങി there is a method പടം എടുക്കാൻ. You go out and search for your producer, and producer is the most important thing, and then you work out the details of how to release it and the business aspects of it. ഞാൻ അത്രയും അങ്ങ് പ്രൊഡ്യൂസറിനെ വേട്ടയാടാൻ പോയിട്ടില്ല. I have not gone hunting for the producer that much. I sit at home, I read my books, I write my scripts, and ചിലപ്പം കാണുമ്പം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ he liked it, he said I'll produce it. അങ്ങനെ എൻ്റെ മകൻ്റെ കഥയാണ് ഞാൻ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. And then it was a very difficult story to write, very difficult story. പുള്ളി എനിക്കൊരു 800 page one line ആണ് തന്നത്. So that was a little struggle with that. I struggled with that for quite a bit, and you can see that in the film also, that there are certain loose aspects because of that, but it was overall okay. And ഈ പറഞ്ഞ പോലെ to make a film, now I have a really nice script ready which I want to make, and I've spoken to an actor also about it. പുള്ളി ചെയ്യാമെന്നും പറഞ്ഞു. ഞാനിത് എണീറ്റ് പോയി ഒരു ഫൈനാൻസിനെ പിടിക്കണം. അതെ, അത് ഈ രാവിലെ വീട്ടിൽ എണീക്കുമ്പം അതല്ല എൻ്റെ ആദ്യത്തെ ചിന്ത. First thing, I want to read my newspaper, check out all the news on TV, spend time with my family. അപ്പോഴത്തേക്ക് ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസറിൻ്റെ പുറകെ പോകാനുള്ള സമയം കഴിക്കും. ബിക്കോസ് ഇറ്റ്സ് ഉച്ചയായി, വേർപ്പ് തുടങ്ങി, and all that. So I'm just making excuses, but that is the main thing. I haven't gone out hunting so much for it. I'm sure if I did, it could work out. Not a problem. ഈ ത്രൂ ഔട്ട് പോകുന്ന ക്യാരക്ടേഴ്സ് ഒരുപക്ഷെ നിദ്ര കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തു ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള മിടുക്കുണ്ടായിട്ടും പിന്നീടുള്ള സിനിമകളിലൊക്കെ ത്രൂ ഔട്ട് വന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് രജനീഷ്, നിങ്ങളുടെ ചോദ്യം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്താൽ ആ ചോദ്യം ചോദിക്കേണ്ടത് എൻ്റെ അടുത്തല്ല.
you have to ask this to other people who cast characters. അല്ലേ? I am aware to a large extent why I am not there. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. Because I don't think it's nice to look at the world in any aspect in a negative way. അത് റെഗുലർ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ അടുത്ത്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരിപ്പായിരിക്കും. ഒന്നും ചെയ്യാത്ത. So it's okay, like it doesn't affect me. I don't get irritated or frustrated or nothing. It's because I have enough other interests which keep me going, not money making interests, but interests of my passion in life. So it's cool. I do my music, I do my writing. So it's, I play a lot of games and I'm still physically active, so it's okay. ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സിനിമ ഒരുപാട് മാറുമ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും, പറയാത്തവരുണ്ടാവും. ഇപ്പോൾ WCC പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തുന്നു. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ കലാകാരൻ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? കൊമേഴ്സ്യൽ on the side of the truth. അതായത് ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? ഇസ് നോട്ട് ഓൺ ഐഡിയോളജി ബേസ്ഡ് ഒന്നും അല്ല. എന്തുവാണ് സത്യം, അതിൻ്റെ കൂടെ നിൽക്കണം. ഇപ്പം WCC അവർക്ക് കൺസേൺസ് ഉണ്ട്. It seems legitimate concerns. Address the concerns. That's all. I mean, it is not that. Nothing can be solved in a confrontational way. Confront either it becomes acerbic relationship, and so that doesn't help in any way. The WCC has legitimate concerns. I mean, safety of women is a concern all over the world. Why are we saying that no, I think they have legitimate concerns. It should be addressed. And last summer meeting, Amma has announced and made very clear that they will all be addressed and are being addressed in the process, and many have been addressed. The process is going on. Nothing happens overnight. I mean, these are all entrenched attitudes which have to change over. Getting the caravan on set has really been such a boon for them in terms of their private, problems and body relief, and so otherwise things will have to change for the better only. Nothing will go bad. It will go worse. So because the situation is such that it will have to change only for the better. That's all. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് സർ. നമ്മുടെ സിനിമയിൽ പ്രതീക്ഷയുണ്ട്, മുമ്പോട്ട് വളരുന്നുണ്ട്, നമ്മൾ ഒരുപാട് വളരുന്നുണ്ട്. ഇപ്പോൾ ചുരുളിയൊക്കെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള film you could be proud of. ഭയങ്കര ഒരു ലിജോ ശരിക്കും ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ് വിത്ത് ദാറ്റ്. ഈവൻ അതിൽ അഭിനയിച്ചവരോ വിനയ് ഫോർട്ട് ആണെങ്കിലും ജാഫർ ഇടുക്കി ആണെങ്കിലും വിനോദ് ചമ്പൻ ആണെങ്കിലും ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദം, അവരെല്ലാം ഈച്ച് വൺ കെയിം ത്രൂ ഷൈനിങ്, ലൈക്ക് ബ്യൂട്ടിഫുൾ. Just enjoyed the film. അപ്പോൾ നമ്മൾ വളരെയാണ് ആ സന്തോഷത്തിൽ നമുക്ക് പങ്കെടുത്ത് മുന്നോട്ട് പോകും. സാറിൻ്റെ പുതിയ സിനിമകൾ വരട്ടെ, ഡയറക്ടറായിട്ടും കൂടി സിനിമ വരട്ടെ. I'm going to do one this year. That is definite, because I'm in advanced process of writing it. I've spoken to the actor concerned. He is also very keen on doing it. It's a different kind of a story and different. Different, of course. എന്തായാലും അത് എളുപ്പത്തിൽ പുറത്തു വരട്ടെ. Thank you very much. പെട്ടെന്ന് തുടങ്ങാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദിയുണ്ട് ഇത്രയും നേരം സംസാരിച്ചേ. നമസ്കാരം. രോഗത്തെ അറിയുന്ന ഡോക്ടറാകാൻ നിങ്ങൾ തയ്യാറാണോ? ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ശാന്തിഗിരി മെഡിക്കൽ കോളേജ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.